ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈകുന്നേരം ചായക്കൊപ്പം നല്ല സൂപ്പറായിട്ട് നമുക്ക് സ്നാക്കായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു മല്ലിയില ബജിയാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓള് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ മല്ലിയില ബജി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇതുപോലെ 1 കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്, കടലപ്പൊടി. അപ്പോൾ ഇത് വന്നിട്ട് ഈ കടലമാവിൻ്റെ ഇതെന്ന് വെച്ചാൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒന്ന് അരിച്ച് വേണം നമ്മൾ ഈ മാവൊന്ന് ബൗളിലേക്ക് ചേർക്കാനായിട്ട്. 1 കപ്പ് അളവിലാണ് 250 ml കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. കടലമാവ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മൈദാമാവാണ്. 2 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ മൈദാമാവ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി, പച്ചരിപ്പൊടിയാണ് കേട്ടോ, വറുത്ത പച്ചരിപ്പൊടിയാണ്, അതും കൂടി ചേർക്കാം. അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കൂടുതൽ കിട്ടും നമുക്ക്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞൊന്നും ചേർക്കാൻ വേണ്ടി നിൽക്കരുത്, പേസ്റ്റ് തന്നെ ചേർത്തേക്കണം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും കൂടിയാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർക്കുകയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി, വലിയ ജീരകം പൊടിച്ചതാണ്. ഒരു 2 പിഞ്ച് അളവിൽ കായപ്പൊടിയും കൂടി നമുക്ക് ഇനി ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത മസാലകളൊന്നും തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊന്ന് ചേർത്തേക്കണം കേട്ടോ. എങ്കിലും അത് കാരണം വളരെ കുറച്ച് മസാലകളെ നമ്മൾ ഈ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്യാതെ നോക്കിയേക്കണം. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ്. നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ബജി തയ്യാറാക്കുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററിൽ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അത്രയും കട്ടിയായിട്ടുള്ള ബാറ്റർ നമുക്ക് ഇതിനായിട്ട് ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിലേക്ക് മല്ലിയിലയാണ് നമ്മൾ ഡിപ്പ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബാറ്റർ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒന്ന് ചേരും. അപ്പോൾ ഇതുപോലൊരു ഹാൻഡ് വിസ്ക് ആകുമ്പോഴത്തേക്കും കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. വീണ്ടും കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബജി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു അളവിലായിരിക്കണം കേട്ടോ. നമ്മൾ സാധാരണ ബജി മാവ് തയ്യാറാക്കുന്നത് പോലെ കുറച്ചും കൂടി കട്ടിക്കല്ലേ നമ്മൾ സാധാരണ ബജി മാവ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു അത്രയും കട്ടി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബാറ്റർ ഒന്ന് തയ്യാറായി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയും കൂടിയാണ്. അപ്പോൾ എപ്പോഴും മല്ലിയില ബജി തയ്യാറാക്കി എടുക്കാനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില തന്നെ വേണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. മല്ലിയില എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഏകദേശം ഈ ഒരു ഭാഗം വെച്ച് നമ്മൾ മല്ലിയില കട്ട് ചെയ്ത് കളയാറുണ്ട്. ആ തണ്ടിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യരുത്. അതിൻ്റെ ആ വേരിൻ്റെ ആ ഭാഗത്തിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രം മതിയാവും. ഈ സ്റ്റെം നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില നോക്കി ഒന്ന് എടുത്തേക്കണം. അപ്പോൾ മല്ലിയില ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ എണ്ണ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എത്രത്തോളം നമ്മുടെ ആ കടായിൽ കൊള്ളുമോ അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. മല്ലിയിലയുടെ ആ ഒരു തണ്ട് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ തണ്ടിൽ പിടിച്ചാണ് നമ്മൾ ഈ മാവിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇടുന്നത്. അതിന് പേരിലാണ് കുറച്ച് തണ്ട് നമ്മൾ എക്സ്ട്രാ അങ്ങനെ വിട്ടിട്ടുള്ളത്. ഒരു സൈഡ് ഒന്ന് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് തിരിച്ചിടാവുന്നതാണ്. ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ട് 2 സൈഡും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ മല്ലിയില ബജി കിട്ടുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ചില്ലി ചട്നിയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വൈകുന്നേരം ചായക്കൊപ്പം നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാം നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ തന്നെയാണ്. നമ്മൾ സാധാരണ ബജി തയ്യാറാക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലും നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. നല്ല ക്രിസ്പി ആയതിനു ശേഷം മാത്രമേ ഇത് എടുക്കാനും പാടുള്ളൂ.
എപ്പോഴും ഒരേപോലെയുള്ള ബജ്ജി കഴിച്ചു മടുത്തുവെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒരു മല്ലിയില ബജ്ജി കൂടി നിങ്ങൾ കഴിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. എത്ര രുചികരമായിട്ട് എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് dear friends, tata.